അപ്പോൾ ഇന്ന് നല്ലൊരു കപ്പളങ്ങ അല്ലെ പപ്പായ കറിയായിട്ടാണ് നമ്മുടെ അമ്മച്ചി വന്നിട്ടുള്ളത് അല്ലേ. ഞാനിത് ഇവിടെ ഇപ്പം ഇങ്ങനെ വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേ ശരിക്കും മത്തങ്ങയാന്ന് വിചാരിച്ചത്. അതുപോലെ ഇരിക്കുന്നല്ലേ. ഞാൻ ഓമയ്ക്കാന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഓമയ്ക്ക ഞാൻ ചെത്തി കഴുകി കൊണ്ടുവന്നു അരിഞ്ഞ് വെച്ചു. അതിൻ്റെ കൂടെ ശകലം മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും മാത്രം, ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ച്. കാരണം ഇതിനകത്ത് ഓമയ്ക്കായ്ക്കകത്ത് വെള്ളമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേവിച്ച് വെന്ത് ഉടച്ചു കൊണ്ടുവന്ന് വെച്ചത്. ഇതിനകത്ത് അരപ്പൂടെ ചേർത്ത് തേങ്ങായും കാന്തകാരി ജീരകം ഒരു 2 ഇതെല്ലാം കൂടെ ഇങ്ങനെ ഉടച്ച് വെച്ചേക്കുന്നുണ്ടപ്പോൾ ശരിക്കും മത്തങ്ങ ഉടച്ച് വെച്ചിരിക്കുന്ന പോലെ തോന്നി. അമ്മച്ചി പറഞ്ഞപ്പോഴാണ് ഇത് കപ്പളങ്ങയാണെന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല ടേസ്റ്റാണ്. മത്തങ്ങ പോലെ തന്നെയാണ് ഒരു ശകലം മൂത്ത ഓമയ്ക്ക എടുത്തത്. അപ്പോൾ ഒരു അരിയൊക്കെ ഇങ്ങോട്ട് കറുപ്പിന് വരുന്നതേ ഉള്ളൂ. ആ സംഭവമാണ് ഇച്ചിരി നല്ലതാണ്. ഇങ്ങോട്ട് എല്ലാവരും ഓമയ്ക്കാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓമയ്ക്ക പറയുന്നത്. ഞങ്ങള് കപ്പളങ്ങ ഓമയ്ക്കാന്ന് വരും. കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ. ഇവിടെയും പപ്പായ പറയുന്ന, കപ്പളങ്ങ എളുപ്പം പറയുന്ന. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി നല്ല പപ്പായ കറി അല്ലെങ്കിൽ കപ്പളങ്ങ കറി, അമ്മച്ചിയുടെ ഭാഷ പറഞ്ഞ ഓമയ്ക്ക കറി കഴിക്കാം. ഉണങ്ങിയ കാന്തകാരിയൊക്കെ അരച്ചപ്പം ഇത് നല്ലതാ, നല്ല ടേസ്റ്റ് വരും. അതെ അതെ, സാധാരണ മുളകിനേക്കാളും. ഇപ്പോൾ തേങ്ങ അരച്ചത് പിന്നെ കാന്താരി, ഉണക്ക കാന്താരി, ജീരകം, ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂട്ടി അരച്ചതാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. തിളപ്പിക്കാനായിട്ട് എടുത്തു. ഇതിപ്പോൾ തിളച്ചു. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ വറവലിനുള്ള സാധനങ്ങളെല്ലാം എടുക്കും. ഗ്യാസിൽ ചീനച്ചട്ടി വെച്ചു. ഓണായിരുന്ന ഗ്യാസാണ്. ചട്ടി വെച്ചു. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, 2 സ്പൂൺ വെളിച്ചെണ്ണ. കാരണം വറവലിന് വെളിച്ചെണ്ണയാണ് നല്ല. തേങ്ങ ഒക്കെ വറുത്ത് ചേർക്കണം. ഇതൊക്കെ ഉള്ളി ഇട്ട്, ചെറിയ ഉള്ളി 2 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, അതെല്ലാം കരിയാപ്പല, തേങ്ങ. ഇച്ചിരി തേങ്ങ കൂടെ ഇട്ടാലേ അതിന് ടേസ്റ്റുണ്ട്. അതും കൂടെ വറുത്തിട്ട് ഈ കറിക്കകത്തോട്ട് ഇട്ടാൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയാണ്. അങ്ങനെ നമ്മുടെ വറവൽ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. ഓഫ് ചെയ്യുകയാണ്. കറിയിലേക്ക് ഒഴിക്കുക. നമ്മുടെ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. നമ്മളെല്ലാം വെറുതെ കളയുന്നതാണ് ഓമയ്ക്ക. കറി അങ്ങ് വെക്കുന്നേ കണ്ടു, കറി ആയെന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പോൾ എന്തായാലും കണ്ടാൽ തന്നെ അറിയാം, നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി എന്ന് കണ്ടാൽ തന്നെ അറിയാം. ശരി, എങ്ങനെ ഉണ്ടോ ഒന്ന് ഉപ്പ് നോക്കിക്കേ, കറി എങ്ങനെ ഉണ്ടോ ടേസ്റ്റ് നോക്കിക്കേ. ശരിക്കും പപ്പായക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കറികൾ പപ്പായ തോരനൊക്കെ കൂട്ടിയിട്ടുണ്ട് എങ്കിലും ഇതുകൊണ്ട് പലതും ചെയ്യാം. മെഴുക്ക് പുരട്ടാം, തോരൻ വെക്കാം, കറി വെക്കാം. ശരിക്കും കാഴ്ചയ്ക്ക് ആദ്യം പറഞ്ഞ പോലെ ഒരു മത്തങ്ങ കറിയാന്ന് തോന്നും കാണുമ്പം, അല്ലേ? ടേസ്റ്റ് ഉണ്ട്. ആ പിന്നെ മത്തങ്ങയിലൊക്കെ നല്ല ടേസ്റ്റാണ്. അതേ പറഞ്ഞ പപ്പായക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നോക്കിയപ്പോഴാണ്. അപ്പോൾ ഇനി മുതൽ
പപ്പായൊക്കെ തോരൻ വെക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചോറിനൊക്കെ ഈ ഒരു ഒറ്റ കറി മതി ഉച്ചയ്ക്ക് അല്ലേ. നല്ല ചൂട് ചോറും ഈ പപ്പായ കറി പപ്പായ ഈ എരിശ്ശേരിയും കൂടെ കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും. എന്തായാലും സൂപ്പർ ടേസ്റ്റിലുള്ളൊരു പപ്പായ കറിയാണ് ഇന്ന് അമ്മച്ചി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിന് യാതൊരു സംശയമില്ല. വളരെ അതെ, ഞങ്ങളൊക്കെ പറയും. പത്തനംതിട്ട ഭാഷ പറഞ്ഞ ഓമയ്ക്ക എരിശ്ശേരി. ബാക്കി പല നാടുകളിലേക്കും പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. കപ്പളങ്ങ കറി, പപ്പായ കറി അല്ലേ, പപ്പായ എരിശ്ശേരി, എങ്ങനെ വേണം പറയാം. എന്തായാലും പപ്പായ ആ കറി കൊണ്ട് ഇത് എന്തായാലും വെച്ച് നോക്കണം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ഒരു ഒറ്റ കറി ഉപയോഗിച്ച് ഒരു 2 പ്ലേറ്റ് ചോറുണ്ണാം അല്ലേ. ചൂട് ചോറുണ്ണാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.